ഏറ്റുപറഞ്ഞ ഈ വിശ്വാസമനുസരിച്ച് ചൊല്ലിക്കൊടുക്കുന്ന ജ്ഞാനസ്നാനവ്രതങ്ങൾ ഇപ്പോൾ സമൂഹം ചൊല്ലി പ്രാർത്ഥിക്കുകയാണ്. അതേക്ക് ചൊല്ലുമ്പോൾ കരങ്ങൾ നേരെ തന്നെ ഉയർത്തിപ്പിടിക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. മറ്റൊരാളുടെ നേരെ പ്രകാശം ചൊരിയരുത്, നേരെ തന്നെ ഉയർത്തിപ്പിടിക്കണം. കാരുണ്യവാനായ ദൈവമേ, അങ്ങയുടെ പുത്രനായ മിശിഹാ വഴി ഞങ്ങളെ രക്ഷിച്ചതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. മാമോദീസായും ദയാഭിഷേകവും വഴി ഞങ്ങളുടെ പാപങ്ങൾ മോചിച്ച് ദൈവത്തിന്റെ മക്കളും പരിശുദ്ധാത്മാവിന്റെ ആലയങ്ങളും സഭയിലെ അംഗങ്ങളുമായി ഞങ്ങളെ ഉയർത്തിയതിന് അങ്ങയെ ഞങ്ങൾ വാഴ്ത്തുന്നു. പാപവും പാപമാർഗങ്ങളും ഉപേക്ഷിച്ച് അങ്ങയുടെ ദിവ്യാത്മാവിന്റെ പ്രേരണകൾക്ക് അനുസൃതമായി ജീവിതം നവീകരിക്കുവാനും ലോകത്തിന്റെ പ്രകാശവും ഭൂമിയുടെ ഉപ്പുമായി ജീവിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. പാപികളെ പാപികളെ വിളിക്കുവാൻ പാപികളുടെ മധ്യത്തിലേക്ക് വന്ന കാരുണ്യവാനായ കർത്താവേ, പാപികളായി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. രോഗികൾക്കാണ് വൈദ്യന്മാരെ ആവശ്യം, സുഖമുള്ളവർക്കല്ല എന്ന് അവിടുന്ന് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. രോഗികളും പാപികളുമായി ഞങ്ങളോട് കരുണ തോന്നണമേ. മാമോദീസാ വഴി ദൈവത്തിന്റെ സ്ഥാനത്തേക്ക് അങ്ങ് ഞങ്ങളെ ഉയർത്തി. എങ്കിലും ദൂർത്തപുത്രനെ പോലെ ഞങ്ങൾ അങ്ങിൽ നിന്ന് അകന്നുപോയി. അങ്ങയുടെ മക്കളെന്ന് വിളിക്കപ്പെടുവാൻ ഞങ്ങൾ അർഹരല്ല. ദൈവമേ, ഞങ്ങളോട് കരുണ തോന്നണമേ. മനുഷ്യവർഗത്തിന്റെ പ്രതീക്ഷയും ലോകത്തിന്റെ സമാധാനവുമായ മിശിഹായേ, അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾ പ്രദാനം ചെയ്യണമേ. ശത്രുതയും വിരോധവും കോപവും പ്രതികാരശുദ്ധിയും വെടിഞ്ഞ് പരസ്പര സ്നേഹത്തിലും ധാരണയിലും ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും. വിജ്ഞാപനം: മറ്റുള്ളവരോട് നിങ്ങൾ ക്ഷമിക്കുകയില്ലെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളോട് ക്ഷമിക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവ് യേശു അരുളി ചെയ്തിരിക്കുന്നു. സ്വന്തം സഹോദരനെ സ്നേഹിക്കാതെ ദൈവത്തെ സ്നേഹിക്കുന്ന